ഹലോ, എല്ലാവർക്കും പി ജെ ആൻഡ് ജെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് ഫിഞ്ചസുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഫിഞ്ചസുകളുടെ കൂടുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 100 പെയർ ആണ് ഞങ്ങളുടെ ഉള്ളത്. അതായത് 100 പെയറുകളെ ഓരോ കുഞ്ഞു കുഞ്ഞു കൂടുകളിലായിട്ട്, അത് കുഞ്ഞു കുഞ്ഞു അറകളിലായിട്ടാണ് ഇട്ടേക്കുന്നത്. നമ്മളെപ്പോഴും ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോഴത്തേനും അങ്ങനെ ഓരോ പെയറായിട്ട് ഓരോ കൂടുകളിൽ തന്നെ ഇട്ട് വേണം വളർത്താനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്നിച്ച് കിടക്കുമ്പോഴത്തേനും ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോൾ അതായത് ഓരോ പെയറായിട്ട് തന്നെ ഇട്ട് വേണം വളർത്താനായിട്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ ഇവിടെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യിപ്പിച്ച കൂടാണ്. പിന്നെ ഇത് ചെയ്യിപ്പിക്കുന്നതല്ലാണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കൂടുകളും ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ വാങ്ങുന്ന ടൈപ്പാണ്, റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കൂടുകളാണ്. അപ്പോൾ അതിലാണ് ഞാൻ എങ്ങനെയാണ് ഒരു ഫിഞ്ചസിനെ കൂട് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. അതുപോലുള്ള ഒരു കൂട്ടിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളർത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ആർക്ക് തന്നെയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു വരുമാന മാർഗ്ഗമാണ്. അതായത് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം വാങ്ങാൻ പറ്റും, അത് നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കുഞ്ഞു കിളിയെ വളർത്തുന്നതിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു കൂട് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, നിങ്ങളത് നോക്കുക. അപ്പോൾ ഇതാണ് കൂട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നതാണ്. ഇതിന് മാർക്കറ്റിൽ 500 മുതൽ 600 വരെ ആണ് വിലയുള്ളത്. പിന്നെ പുറകിൽ വെച്ചേക്കുന്ന ഷീറ്റ് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഡോറുണ്ട്. അപ്പോൾ ഇതുവഴിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞ് ഡോറുണ്ട്. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ഇപ്പോൾ തുറക്കാതെ നമുക്ക് ഈസിയായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറാണത്. പിന്നെ അടുത്തായിട്ട് 2 സൈഡിലും 2 കുഞ്ഞു കുഞ്ഞു ഡോറുകളുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഫുഡോ വെള്ളമൊക്കെ വയ്ക്കണമെങ്കിൽ വയ്ക്കാം. പിന്നെ അതിൻ്റെ അടിയിലായിട്ടൊരു ട്രേ ഉണ്ട്. ഈ ട്രേക്കകത്താണ് ഈ വേസ്റ്റൊക്കെ വീഴുന്നത്. ഞങ്ങൾ ഈ കൂടി യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതാണ് വേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് എടുത്ത് ക്ലീൻ ചെയ്യാൻ കാണിച്ചാണ് ആ ട്രേ വെച്ചേക്കുന്നത്. പിന്നെന്താ ഇതിനകത്ത് വെച്ചേക്കുന്നത് ഒരു മൺചട്ടിയാണ് കുഞ്ഞ്. അപ്പോൾ അതിനകത്ത് നമ്മൾ തിന വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കിളികൾ ഇരുന്ന് ചിക്കി കളഞ്ഞാൽ അത് പുറത്തേക്ക് പോവില്ല, അങ്ങനെ തിന വേസ്റ്റ് ആകില്ല. അതിന് വേണ്ടിയിട്ടാണ് ആ മൺചട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഒരു ഫിഞ്ചസിനെ, അതായത് 2 ഫിഞ്ചസിനെ പെയറായിട്ട് മെയിലും ഫീമെയിലും ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് കൂട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കലം വേണം, അതായത് മൺകലമാണ്. ഫിഞ്ചസുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മൺകലം തന്നെയാണ്. പിന്നെ നമുക്ക് വുഡിലും ചെയ്തെടുക്കാൻ പറ്റും, അതായത് വുഡിലും മുട്ടയിടാൻ വേണ്ടിയിട്ട് കൂടി ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തിന വെച്ചേക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഡ്രിങ്കറാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അത് കുടിച്ചോളും. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേസ്റ്റ് ഒന്നും വരത്തില്ല. ഇങ്ങനെ ഡ്രിങ്കർ യൂസ് ചെയ്താൽ അതിൽ വെള്ളം എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫിഞ്ചസിൻ്റെ കൂട് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തൽക്കാലം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 2 ഫിഞ്ചസിനെ ഇടുവാണ്. അപ്പോൾ ഒരു മെയിലിനെ ഫീമെയിലിനെ ഇതിനകത്തേക്ക് ഇടുവാണ്. അടുത്ത നമ്മളിടും. അതുപോലെ ഫിഞ്ചസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഫുഡ്സൊക്കെ കൊടുക്കാറുണ്ട്, അതായത് എഗ് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ ഇതിന് കൂട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡീറ്റെയിലായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ജസ്റ്റ് നമുക്ക് ഫുഡും വാട്ടറും വെക്കുന്നത് എങ്ങനെയെന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ ആ കൂട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കണും കൂടി അമർത്തുക. അപ്പോൾ
നിങ്ങൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്